വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ 8 അടി ഹൈറ്റിൽ പൊട്ടി. ഇതോടുകൂടി ഫയൽമാൻ ജയിച്ചേ, മോദിയെ ഞങ്ങൾ തോൽപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ഇവരുടെ സപ്പോർട്ടേഴ്സ്, കേരളത്തിലെ പ്രബുദ്ധരുടെ മാധ്യമ പ്രവർത്തകരൊക്കെ കൂടി കാണിക്കുന്ന കാഴ്ചകളും പോസ്റ്റേഴ്സും ഒക്കെ കാണും. മോദി പ്രഭാവം അവസാനിച്ചു എന്നുള്ള സാധനമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഇവരോട് സഹതാപമാണ് തോന്നുന്നത്. ഇത്ര പോലും കോമൺ സെൻസ് മനുഷ്യർക്ക് ഇല്ലാണ്ട് പോകും. അതായത് ഒരു സാധാരണ പൊതുജനത്തിൽപ്പെട്ട എനിക്കുള്ളൊരു സംഗതി, എനിക്ക് പോലും തോന്നിയിട്ടുള്ളൊരു കോമൺ സെൻസ് ഈ അണികൾക്കില്ലേ എന്നൊരു തോന്നലാണ് എനിക്ക് ആദ്യം ഉണ്ടായത്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ എണ്ണി പറയാം. സത്യത്തിൽ ഇന്നലെ എവിടെ സംഭവിച്ചത്, പാർലമെന്റിൽ സംഭവിച്ചത്, മോദിയും അമിത്ഷായും കൂടെ ഒരുക്കിയിട്ടുള്ള, അല്ലെങ്കിൽ BJP അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ കൂടെ ഒരുക്കിയിട്ടുള്ള ഒരു കെണിയിൽ പ്രതിപക്ഷം മൊത്തത്തിൽ അങ്ങോട്ട് പോയി വീണു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണങ്ങൾ നമുക്ക് പറയാം. നമുക്ക് ആദ്യം തന്നെ പാർലമെന്റ് കെട്ടിടത്തിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഈ സംഗതി പണിതപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ 150 പേർക്ക് ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലാണ് ഇത് പണിതിട്ടിട്ടുള്ളത്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ എന്താണ്, അശോക സ്തൂപത്തിലെ സിംഹങ്ങൾക്ക് രൗദ്രഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെക്കെതിരെ ഘോരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതാൻ പോയ സമയത്ത് ആൾക്കാർ ഇതൊന്നും നോട്ടീസ് ചെയ്തില്ല. ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ കാര്യമാണ്, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളുടെ കാര്യമാണ്. എനിക്ക് ആരും ഇതൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രത്യേകത ഞാൻ ഇവരെ മനസ്സിലാക്കുന്നത്, ഈ ആർട്ടിക്കിൾ 370 പോലെയുള്ള കാര്യങ്ങൾ കളയാനായിട്ട് യാതൊരു തരത്തിലുള്ള ചാൻസോ പഴുതോ ഇല്ല എന്ന് കരുതിയിരുന്നിടത്തുനിന്ന് അതൊക്കെ സിമ്പിളായിട്ട് തൂക്കി എറിഞ്ഞ് കളഞ്ഞിട്ടുള്ള ആൾക്കാരാണിവർ. അപ്പം ഇവരൊക്കെ ഏത് കാലം തൊട്ട് ഇതിനൊക്കെ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ കാണുന്നത് പോലെ ഇന്നലെയോ മിനിഞ്ഞാന്നോ 2023 അല്ല ഇത്തരം കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവർക്ക് ഒരു പ്ലാൻ പൊളിഞ്ഞാൽ മറ്റൊരു പ്ലാൻ എന്നുള്ള പദ്ധതി നല്ല ഭീകരമായിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു ബില്ല് പാസ്സാവാത്തതിലൂടെ രാജ്യം മുഴുവൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടും. BJP യാതൊരു വിധത്തിലുള്ള എഫേർട്ടും എടുക്കാണ്ട് ഒരു നറേറ്റീവാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. എന്ത് നറേറ്റീവ്? പ്രതിപക്ഷം അഥവാ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വിരുദ്ധതയുള്ള, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയുള്ള ഒരു അലയൻസ് ആണെന്നുള്ള ഒരു കാര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇന്നലെ തൊട്ട് തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ സംഘടിച്ചിട്ടുണ്ട്. ഈ ബില്ല് പാസ്സാവുമെന്ന് കരുതി ആഘോഷിക്കാനിരുന്നവരൊക്കെ അതിഭീകരമായിട്ട് ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ ഒരു 8:30 സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് അഭിസംബോധന ചെയ്യലും കൂടി ആയതോടെ കാര്യങ്ങൾ ഏകദേശം ശുഭമായി. നമ്മൾ എന്തോരമൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം അതിഭീകരമായിട്ടുള്ള ഒറേറ്ററി സ്കിൽസ് ഉള്ള ഒരാളാണ്. ഈസ് എ ഗുഡ് ഒറേറ്റർ. അയാൾക്ക് എന്താണ് പറയാനുള്ളത് അത് വളരെ വൃത്തിയായിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കാനുള്ള കഴിവ് പ്രധാനമന്ത്രിക്കുണ്ട്. നമ്മളത് പല സാഹചര്യങ്ങളിൽ കണ്ടിട്ടുള്ളതുമാണ്. അത് വിടും, അത് നമുക്ക് മാറ്റി നിർത്താം. ഇനി നമുക്ക് ഒറിജിനൽ കാര്യത്തിലോട്ട് വരാം. അപ്പം ഇവർ സ്ത്രീ വിരുദ്ധരാണെന്നുള്ളൊരു നറേറ്റീവ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഏതാണെന്ന് ആലോചിക്കണം കേട്ടോ. കേരളത്തിൽ വന്നിട്ട് ഇവിടെ ഒരു വനിതാ മുഖ്യമന്ത്രിയൊക്കെ വേണം എന്ന് പറഞ്ഞു പോയ രാഹുൽ ഗാന്ധി ആൻഡ് അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഈ ഒരു സമ്മേളനത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ, പാർലമെൻറ്റിൽ ഇന്നലെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളവരെ ഒന്ന് നോട്ടീസ് ചെയ്തായിരുന്നു ആരെങ്കിലും? അത് മുഴുവൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളായിട്ടുള്ള ഓൺട്രപ്രന്യൂവേഴ്സ്, ആക്ടിവിസ്റ്റുകൾ, കലാകാരൊക്കെ ആയിരുന്നു. ഇവർക്കൊക്കെ ഇന്നലെ ലൈവായിട്ട് പാർലമെൻറ്റിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഇന്ത്യ അലയൻസിനെ കുറിച്ചിട്ടുണ്ടാകാൻ പോകുന്ന ഇംപ്രഷൻ, ഇവരൊക്കെ നാട്ടിൽ പോയി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് അവർ പറയാൻ പോകുന്നത് ഇവർ സ്ത്രീ വിരുദ്ധതയാണ് കാണിച്ചതെന്നുള്ളൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് 33% സംവരണം തരുന്നതിന് ഇവർ എഗൈൻസ്റ്റാണ്. BJPക്ക് ഇനി ഇവിടെ അങ്ങോട്ടുള്ള സകല ഇലക്ഷനിലും ഈ ഒരു കാര്യം ഉയർത്തി കാണിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആക്ച്വൽ കഥയിലോട്ട് വരാം. BJP പ്രപ്പോസ് ചെയ്തത് പ്രകാരം 2011 സെൻസസ് ഡാറ്റയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മണ്ഡല പുനഃക്രമീകരണം, സീറ്റ് പുനഃക്രമീകരണമൊക്കെയാണ് നടന്നിരുന്നതെങ്കിൽ നമുക്ക് 20 സീറ്റിന് പകരം 23 സീറ്റ് കിട്ടിയാണ് കേരളത്തിന്. എല്ലാവരുടെയും ആശങ്ക എന്ന് പറയുന്നത് സീറ്റ് വെട്ടിക്കുറയും, ഹിന്ദി ബെൽറ്റിൽ സീറ്റ് കൂടും എന്നൊക്കെയുള്ളതായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് 23 സീറ്റിൻ്റെ അടുത്ത് കിട്ടിയേനെ. അത് പറ്റില്ലെന്ന് അതായത് പ്രതിപക്ഷമൊക്കെ കൂടെ തന്നെ പറഞ്ഞു. അതോടുകൂടി ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ KC വേണുഗോപാൽ അദ്ദേഹം 50% സീറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചപ്പം എനിക്ക് 1 hour തരികയാണെങ്കിൽ ഞാനത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം, പ്രതിപക്ഷം അംഗീകരിച്ചാൽ നമുക്ക് ആ ബില്ല് പാസ്സാക്കാം, ആ ബില്ല് പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമമായാൽ 50% സീറ്റ് വർധന എല്ലാവർക്കും കിട്ടും എന്നൊരു കാര്യം ഇന്നലെ അമിത്ഷാ പ്രോമിസ് ചെയ്തായിരുന്നു. അപ്പം ആ ഒരു കാര്യത്തിനെ എതിർത്തതും പ്രതിപക്ഷം തന്നെയാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ കിട്ടാൻ പോകുന്ന സീറ്റിൻ്റെ എണ്ണം ഒരു 30 ആയിട്ട് കൂടിയാണ്. ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാവർക്കും കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണം കൂടിയാണ്. അതിനെയും നമ്മൾ തന്നെയാണ് എതിർത്തത്. പിന്നെ ബില്ല് പാസ്സാക്കിയില്ല.
നമുക്ക് ഈ ബില്ലിന് പാസ്സാവാൻ 2/3 ഭൂരിപക്ഷം വേണം എന്നറിഞ്ഞിട്ടും അത് കിട്ടില്ലെന്നറിഞ്ഞിട്ടും BJP അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധി കേന്ദ്രങ്ങൾ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഇല്ലാണ്ടിരിക്കും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ 2026, 2027 സെൻസസിൻ്റെ ബേസിൽ ഡിലിമിറ്റേഷനൊക്കെ നടക്കും. അതിൻ്റെ ബേസിൽ വീണ്ടും സീറ്റുകളുടെ പുനഃക്രമീകരണം ഉണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജനസംഖ്യയുടെ കാര്യത്തിൽ വല്ലാണ്ട് ചുരുങ്ങിപ്പോയതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സീറ്റിൽ നിന്ന് ഒരു 4 തൊട്ട് 6 വരെയുള്ള സീറ്റ് കുറയാനുള്ള സാധ്യതയുള്ളത്. അതായത് 20 സീറ്റ് ഇരിക്കുന്നിടത്ത് ഇനി കേരളത്തിന് കിട്ടാൻ പോകുന്നത് വെറും 14 സീറ്റൊക്കെ ആയിരിക്കും. ഇനി നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലോട്ട് പോവാം. അവിടെ ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ ആയിട്ട് സീറ്റ് ആൾക്കാരുടെ നമ്പർ ഇങ്ങനെ കൂടി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് സീറ്റിൻ്റെ എണ്ണം കൂടും. വീണ്ടും BJPയുടെ കോർട്ടിൽ തന്നെ ബോൾ എത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് വീണ്ടും നല്ല ഭീകരമായിട്ടുള്ള മെജോറിറ്റി ആ നാട്ടിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ എന്തൊക്കെയാണോ ഭയപ്പെട്ടത് ആ ഭയപ്പെട്ട രീതിയിലൊക്കെ തന്നെ വീണ്ടും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ച് അവർ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 10-50 കൊല്ലം ഭരിക്കാനുള്ളൊരു സാധ്യതയുണ്ടാവും. എന്തൊക്കെ നോക്കിയാലും ഈ ഒരു കച്ചവടത്തിൽ തോറ്റു എന്ന് സ്വയം പ്രഖ്യാപിച്ചതും തോറ്റു എന്ന് പ്രതിപക്ഷത്തിന് തോന്നിയതുമായിട്ടുള്ള പാർട്ടി BJP ആണെങ്കിലും അൾട്ടിമേറ്റ്ലി എല്ലാത്തരം ലാഭം ഉണ്ടായിട്ടുള്ളതും അവർക്ക് തന്നെയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇനി ആർക്കൊക്കെയാണ് സീറ്റ് ലഭിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു കാര്യം, ഇനിയുള്ള സീറ്റിൽ 2023 പാസ്സായ ബില്ല് പ്രകാരം വനിതാ സംവരണം കൊണ്ടുവരണമല്ലോ. അപ്പം അങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെയുള്ള പകുതി സീറ്റുകൾ സ്ത്രീകൾക്ക് പോകുന്നത് പോലത്തെ ഒരു അവസ്ഥ വരും. അതിനിവിടെയുള്ളവർ സമ്മതിക്കുമോ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സീറ്റിന് വേണ്ടിയിട്ടുള്ള അടി നമ്മുടെ നാട്ടിൽ കൂടാനാണ് പോകുന്നത്. സോ എനിവേയ്സ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർ വിരിച്ച കുഴിയിൽ ഇന്ത്യ അലയൻസ് പോയി വീണു എന്നുള്ളതാണ്. സോ ഒരു പാർട്ടി സംവിധാനം എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ലെയേഴ്സിൽ ചിന്തിക്കുന്നു എന്നുള്ളത്, എങ്ങനെയൊക്കെ ഒരു കാര്യം നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ BJPക്കാരെ കണ്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അവർ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ വളരെ സ്മാർട്ടായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ ഈ സ്ത്രീ സംവരണം കൊണ്ടുവരുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം നോക്കുക, അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഒരു ഫാമിലിയാണ്. ലൈക്ക് സോണിയ ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി പോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരവരുടെ കുടുംബക്കാരെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. DMKയുടെ കേസിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു കുടുംബമാണ് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യമൊക്കെ ഒരു ലൈറ്റിലോട്ട് വരുന്നു എന്നൊക്കെ തോന്നുന്ന രാഘവ് ഛദ്ദയെ പോലെയൊക്കെയുള്ള നല്ല പൊളിറ്റീഷ്യൻസിനെ അവർ ഒതുക്കുന്നു. അപ്പം മൊത്തത്തിൽ ഒതുക്കൽ നടക്കലൊക്കെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബാക്കി പാർട്ടികൾ. അതായത് മറ്റേ ഞാനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും എന്നുള്ളൊരു സെറ്റപ്പാണ് ഇവിടെയുള്ള ബാക്കി പാർട്ടികൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വനിതാ സംവരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, ഒരു നല്ല കാൻഡിഡേറ്റ് വന്നാൽ അതിനൊക്കെ എതിരാകും എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇത് വെറും തോന്നൽ മാത്രമാണ്. എനിവേയ്സ് ആ ലെവലിലോട്ടാണ് കാര്യങ്ങളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക? സ്ത്രീകളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വോട്ട് ബാങ്ക് BJPക്ക് കിട്ടും. കാരണം തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു പാർട്ടി BJP ആണ് എന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് പശ്ചിമ ബംഗാളിലൊക്കെ നടക്കാൻ പോകുന്ന ഇലക്ഷനിലും അതിഭീകരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതൊക്കെയുള്ള ഇൻറ്റൻഷനിലും കൂടി ആയിരിക്കുമല്ലോ ഇത്രയും നേരത്തെ ഇങ്ങനൊരു ബില്ല് പാസ്സാക്കാനുള്ളൊരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എനിവേയ്സ് നഷ്ടം പ്രതിപക്ഷത്തിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ.